അപ്പോൾ നമ്മുടെ ഗുരു എപ്പോഴും ആരോഗ്യത്തിന് പ്രഥമ പ്രാധാന്യം നൽകാറുണ്ട്. ശരീരമാദ്യ ഗലു ധർമ്മ സാധനം എന്നാണ് ഗുരു എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ 10 വർഷമല്ല 13 വർഷം പൂർത്തിയാവുകയാണ്. ഞാൻ വന്ന അന്ന് തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ശരീരമാദ്യ ഗലു ധർമ്മ സാധനം. മറ്റു ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ കേട്ടിട്ടുള്ളതാണ്. കാരണം നമ്മൾ സമൂഹത്തെ ഡെവലപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഓരോ വ്യക്തിയെയും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ആ വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയുന്നത്. പലപ്പോഴും ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെയാണ് നമ്മൾ മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി പോകാറുള്ളത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒത്തിരി പ്രോഗ്രാമുകൾ ഭസ്മ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിവിധ മേഖലകളിലായിട്ടാണ്. ആരോഗ്യത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രവർത്തന പദ്ധതികൾ സ്വാമിജി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേൾഡിലേക്ക് അതിനെ എത്തിക്കാനുള്ളൊരു പരിശ്രമമാണ് ഭസ്മ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. നമ്മുടെ മൃതസഞ്ജീവനി ക്രിയയായാലും ചിതാകാശ യോഗയായാലും നമ്മുടെ യോഗ ധ്യാന രീതികൾ, ആയുർവേദ ചികിത്സാ രീതികൾ, നമ്മുടെ സെൽഫ് ഡിഫെൻസ് പോലുള്ള, അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള MMM പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ തന്നെ വ്യത്യസ്തമായ മേഖലകളിൽ നമുക്ക് ഏറ്റവും നല്ല എല്ലാം ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രോഗ്രാമുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഗുരുനാഥൻ്റെ പാലലിപിയിലും ഉള്ള ഗ്രന്ഥങ്ങൾ, മഹാഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഗുരുനാഥൻ ആർജിച്ചെടുത്തിട്ടുള്ള ആ ഒരു ജ്ഞാനം, അതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യത്തെ എന്തുകൊണ്ട് നമ്മൾ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ആരോഗ്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആധുനിക തലമുറ, ഞാനത് പറയാൻ കാരണം യൂട്യൂബ് നോക്കി ഡയറ്റ് ചെയ്ത് മരണം വരെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആരോഗ്യത്തെ എങ്ങനെയാണ് നമ്മളൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പിൻ്റെ പ്രസക്തി വരുന്നത്. കാരണം ആരോഗ്യത്തെ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് കേൾക്കുന്ന സമയത്ത് ഡയറ്റിനെ കുറിച്ച് സംസാരിക്കുന്നവർ ഡയറ്റിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എക്സസൈസിനെ കുറിച്ച് സംസാരിക്കുന്നവർ അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം കൂടെ ഏകീകരിച്ച് സമഗ്രമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ആരോഗ്യം എന്നുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇപ്പോൾ WHO ഹെൽത്തിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എന്താ പറയുക, ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള വെൽബീയിങ് ആണ് ആരോഗ്യം. ഒരിക്കലും അസുഖമില്ലാത്തൊരവസ്ഥയോ ഇൻഫോർമിറ്റി ഇല്ലാത്തൊരവസ്ഥയോ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നുണ്ട്. പക്ഷേ WHO ലേറ്റസ്റ്റ് ഡെഫിനേഷനാണ് അതെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഋഷീശ്വരന്മാരും ഋഷി പരമ്പരയും ആരോഗ്യത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ശ്രീജിത്ത് സാറും അബുദ്രാജ് സാറും ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ പെർമിഷനോടുകൂടി ആയുർവേദത്തിലെ 1-2 ശ്ലോകങ്ങൾ അതൊന്ന് എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആശയത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഉദ്ധരിച്ച് പറയുകയാണ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവരത് തിരുത്തുകയും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ പൂർത്തീകരിക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ പറയുകയാണ്. സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയാഹ പ്രസന്ന ആത്മ ഇന്ദ്രിയ മനഃ സ്വാസ്ഥ്യമിത്യാഭിധീയതേ എന്നാണ് ആയുർവേദം ആരോഗ്യത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ ഇത്രയും വർഷം മുമ്പേ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് സമമായ അവസ്ഥ, ഒന്നിൻ്റെയും കൂടുതൽ കുറവില്ലാതെ സമദോഷം, നമ്മുടെ ശരീരത്തിൻ്റെ ദോഷങ്ങളുടെ സമാവസ്ഥ. അഗ്നി, നമ്മുടെ ദഹനശക്തിയുടെ സമാവസ്ഥ. ഒരിക്കലും കൂടുതലോ കുറവോ ഉണ്ടാവാൻ പാടില്ല, സമമായിരിക്കണം. സമദോഷ സമധാതു, ശരീരത്തിലെ ധാതുക്കൾ സമമായിരിക്കണം, ഒന്നും കൂടുതലും കുറവുണ്ടാവരുത്. മലക്രിയാഹ, എക്സ്ക്രീറ്ററി പ്രൊസീജിയേഴ്സ്, മലവിസർജനം പോലുള്ള നമ്മുടെ വിസർജന പ്രൊസീജിയേഴ്സ് സമമായി നടക്കണം. പ്രസന്ന, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, പ്രസന്ന ആത്മ ഇന്ദ്രിയ മനഃ, മനസ്സും നമ്മുടെ ആത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും പ്രസന്നമായിരിക്കുമ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യം, സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പലപ്പോഴും ഹെൽത്തിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ആയുർവേദത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ സ്വാസ്ഥ്യ സംരക്ഷണം, ആതുരസ്യ വികാര പ്രശമനം, അതാണ് ആയുർവേദത്തിൻ്റെ പോസിബിലിറ്റി. അസുഖമുള്ള ഒരാളുടെ അസുഖം മാറ്റുന്ന മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അസുഖം മാറ്റുന്ന ഒരു കാര്യം മാത്രമല്ല, അതിനേക്കാൾ പ്രാധാന്യമുള്ളത് സ്വസ്ഥം, അതായത് ഹെൽത്തി ആയിരിക്കുന്ന ഒരാളുടെ ഹെൽത്തിനെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, മുന്നോട്ട് എങ്ങനെ ഹെൽത്തി ആയിട്ട് പോവാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ശാസ്ത്രം കൂടിയാണ് ആയുർവേദം.
അത് വളരെ പ്രാധാന്യമുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളാണ് അല്ലേ, ഇന്ന് എടുത്തു നോക്കിയാൽ ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ എങ്ങനെ ആരോഗ്യത്തെ സംരക്ഷിക്കണമെന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിനചര്യകളിലൂടെയും ഋതുചര്യകളിലൂടെയും ഒക്കെ തന്നെ എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാം. സാറെന്ന് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ദിനചര്യകളെക്കുറിച്ചും ഋതുചര്യകളെക്കുറിച്ചും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സാർ അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇനി ഋതു ഓരോ സീസൺ അനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെ നമ്മളെ ഹെൽത്തിനെ സംരക്ഷിക്കണം, അത്രയും ഗ്രേറ്റ് ആയിട്ട് ആയുർവേദം പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി. പിന്നെ എങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത്. രോഗങ്ങൾ പലപ്പോഴും വേഗങ്ങളെ തടയുന്നത് കൊണ്ടാണ്. വേഗാന്നധാരയേ വാദ വിൺമൂത്ര ക്ഷവതു കൃക്ഷത എന്ന് പറഞ്ഞൊരു വലിയൊരു ശ്ലോകമുണ്ട്. അത് സാറ് പറയായിരിക്കും. അതിൽ പറയുന്നുണ്ട് നമ്മളുടെ വേഗങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിൽ കൺട്രോൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻവോളണ്ടറി ആക്ഷൻസ് ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ ഊർധ്വവായു, അധോവായു, വാദവിൺ, മൂത്ര, നമ്മുടെ എക്സ്ക്രീഷൻ ഒന്നും തന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തുമ്മൽ, കരച്ചിൽ, ഛർദി, രേതസ്, ഇതൊന്നും തടയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ തടയുമ്പോൾ അസുഖങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാവുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത് ആധുനിക കാലഘട്ടത്തിൽ ഈ ഹെക്ടിക് ലൈഫിൽ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ നേരമില്ല. അത് എത്ര സമയം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതെല്ലാം അല്ലേ, നമ്മൾ ഇപ്പോൾ യൂറിൻ ആയാലും ഒക്കെ പിടിച്ചു വെച്ച് പോകുന്നു. അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ സാഹചര്യങ്ങൾ നേരെ ഓപ്പോസിറ്റാണ്. ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ടാണ് നമ്മുടെ സാഹചര്യങ്ങളുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ആയുർവേദത്തെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയുടെ ലൈഫ് സ്റ്റൈൽ. ശരിക്കും ആയുർവേദം ശരിക്കും ഒരു ചികിത്സാ രീതിയേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ സംസ്കാരമായിരുന്നു. ആയുർവേദം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ ഓരോ വീട്ടിലെയും മുത്തശ്ശിമാരും അമ്മമ്മമാരും ഓരോ ക്ഷേത്രത്തിലെ ചതുർവേദികളായ പൂജാരിമാരും ഒക്കെ തന്നെ ആയിരുന്നില്ലേ? നമ്മളെ അമ്മയ്ക്കറിയാം ഒരു വയറുവേദന വരുമ്പോൾ എന്ത് ചെയ്യണം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നും എണ്ണ തേച്ച് കുളിക്കാൻ അല്ലേ. ഞാനൊക്കെ എൻ്റെ ഗ്രാൻഡ് പാരൻസൊക്കെ ആഴ്ചയിലൊരു മിനിമം 3 ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്ന കണ്ടിട്ട്. പക്ഷെ ഇന്ന് നമുക്ക് പറ്റുന്നുണ്ടോ? ഇന്ന് എന്താ ചെയ്യുന്നത്? വേഗം ബോഡി ലോഷൻസ് എടുത്ത്, കെമിക്കൽസ് ആയിട്ടുള്ള ബോഡി ലോഷൻസ് എടുത്ത് തേക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അഭ്യംഗം ആചാരേ നിത്യം സ ജരാശ്രമവാത ദൃഷ്ടിപ്രസാദ പുഷ്ട്യായു എന്തായിരുന്നു സാർ? സുസ്വപ്ന അപ്പം എന്താ പറയുന്നേ? അഭ്യംഗം ആചാരേ നിത്യം അഭ്യംഗം ചെയ്യുന്ന ഒരാൾക്ക് സ ജരാശ്രമ വാത എന്താ ചെയ്യുന്നത്? നമ്മുടെ ഏജിങ്ങിനെ കുറയ്ക്കുകയും നമ്മുടെ ക്ഷീണത്തെ കുറയ്ക്കുകയും വാദത്തെ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദൃഷ്ടിപ്രസാദം ഐസൈറ്റ് കൂട്ടുന്നു. ദൃഷ്ടിപ്രസാദം പുഷ്ടിയായു ആയുസ്സിനെ ബലപ്പെടുത്തുന്നു. സുസ്വപ്ന നല്ല ഉറക്കം തരുന്നു. ത്വക്കിനെ ദൃഢീകരിക്കുന്നു, കൂടുതൽ ദൃഢപ്പെടുത്തുന്നു. ഇത് നമുക്ക് അറിയുന്നില്ലല്ലോ. പക്ഷേ ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ടായിരുന്നില്ല നമ്മുടെ മുത്തശ്ശിയും അമ്മയും ഒന്നും നമ്മളോട് എണ്ണ തേച്ച് കുളിക്കാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ നോക്കൂ, നമുക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് അൽപ്രസോൾ വാങ്ങി കഴിക്കുക ചെയ്യുന്നത് അല്ലേ. ഡോക്ടറെ കണ്ട് അൽപ്രസോൾ വാങ്ങി കഴിക്കുക, കെമിക്കൽ വീണ്ടും ഉള്ളിലേക്ക് കഴിക്കുകയാണ് ചെയ്യുന്നത്. സ്കിന്നിന് വേണ്ടിയിട്ട് ഈ കെമിക്കൽസ് മുഴുവൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു പലപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും ഇങ്ങനെ വന്നിരുന്ന നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അമ്മയും മുത്തശ്ശിയും ഒക്കെ നമുക്ക് 6 months കൂടുമ്പോൾ കൃത്യമായിട്ട് ബാലസുദ്ധയും ആവണക്കിണ്ണിയും തന്ന് വയറിളക്കുകയും വിരേചനം കൃത്യമായി ചെയ്യുമായിരുന്നു. ഇന്ന് ഇവിടെ അസുഖം കൊണ്ടുവരുന്ന ഒരുപാട് പേരോട് നിങ്ങൾ എപ്പോഴെങ്കിലും വയറിളക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലൈഫിൽ ഇന്ന് വരെ വയറിളക്കിയിട്ടില്ലാത്ത ആളുകളുണ്ട്. ദിസ് ഇസ് ഒരു സിറ്റുവേഷനാണ്. കറക്റ്റായിട്ട് അത് ചെയ്യാൻ അറിയുന്നില്ല. എവിടെയോ വെച്ച് നമുക്ക് ആ കണക്ഷൻ, നമ്മുടെ പരമ്പരയിലുണ്ടായിരുന്ന, നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കണക്ഷൻ മിസ്സായതുകൊണ്ട് ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആരോഗ്യമില്ലാത്തൊരു തലമുറയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പലർക്കും ഞാൻ പറഞ്ഞു വന്നത്, സാറിനെ പോലുള്ള ആളുകളും ഡോക്ടേഴ്സായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമുക്ക് ഈ ആയുർവേദത്തിൻ്റെ സാധ്യതകളെ ഇനിയും ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് വളരെയധികം. കാരണം ആയുർവേദത്തെ നമ്മളെല്ലാ അസുഖവും എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കഴിഞ്ഞ് അവസാനം ആയുർവേദത്തെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കഴിഞ്ഞിട്ട് അവസാനം വരുന്ന, ശരിക്കും ആദ്യം തന്നെ പറ്റുന്നുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ആയുർവേദത്തിൽ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോയെന്ന് പോലും അറിയാത്ത ആളുകൾ കൂടുതലുണ്ട്. കായ ബാല
അല്ലേ, ഗ്രഹ ഊർധ്വാംഗ ശല്യ ദംഷ്ട്ര ജരാവൃഷാൻ, 8ഓളം ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൂടാതെ പ്രസൂതി പോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആയുർവേദത്തിൽ ഗൈനക്കോളജി ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ട്, പ്രസൂതി തന്ത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ, നിങ്ങൾ പോവും. അപ്പം അറിയുന്നില്ല, എവിടെയോ ആ ഒരു നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ നമുക്ക് ഒരു പരാജയം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇനിയും ഇതിൻ്റെ സാധ്യതകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ആയുർവേദത്തിൻ്റെ പോസിബിലിറ്റി മനസ്സിലാക്കി നമുക്ക് ചെയ്യാനും സാധിക്കട്ടെ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് മാറട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജയ് ഭഗവാൻ.